കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. കൂത്തുപറമ്പ് ചെറുവാഞ്ചേരി പൂവത്തൂർ സ്വദേശി ധ്യാൻ തേജിന് 2ാം റാങ്ക്. പ്രദീപൻ മണപ്പാട്ടി അനിഷ ദമ്പതികളുടെ മകനാണ് ധ്യാൻ തേജ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ധ്യാൻ തേജിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ധ്യാൻ തേജിന്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി തേജസ്വിനി മാറോളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹലോ, താങ്ക് യു സാർ. സെക്കൻഡ് റാങ്ക് ആയി പോയത്. ടോട്ടൽ സ്കോർ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമാണ്. ടോട്ടൽ സ്കോർ സെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ടൈ കമ്പ്യൂട്ടേഷൻ സിസ്റ്റം ഉണ്ട്. അതനുസരിച്ച് മാത്തമാറ്റിക്സിന്റെ മാർക്ക് പരിശോധിക്കും. അപ്പോ അതിൽ മാത്രമാണ് ധ്യാൻ സെക്കൻഡ് ആയി പോയത്. You also have got the same score. Okay. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. നന്നായിട്ട് പോട്ടെ, നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ 2ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് ചെറുവാഞ്ചേരി പൂവത്തൂർ സ്വദേശിയായ ധ്യാൻ തേജിനാണ്. ഇപ്പൊ നമ്മൾ അവരുടെ വീട്ടിലാണുള്ളത്. നമുക്ക് അവരോട് ചോദിച്ചറിയാം. റിസൾട്ട് വന്നപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എക്സാമിൽ നന്നായിട്ട് പോയി. റിസൾട്ട് വന്നപ്പോൾ ഇതിന്റെ സെക്കൻഡ് റാങ്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു ഇപ്പോ ചിലവർ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലാണ് കൂടുതൽ മനസ്സിലാവുക എന്ന്. എങ്ങനെയായിരുന്നു പഠനത്തിൽ? എങ്ങനെയായിരുന്നു പഠനം? അങ്ങനെ ടൈമിന് വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ ഓരോരോ സൗകര്യം തന്നെയാണ്. പിന്നെ കാര്യങ്ങൾ മെറ്റീരിയൽ ആണ് കുറച്ചും കൂടി പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു. സമയത്തിലും വലിയ പ്രാധാന്യമൊന്നുമില്ല. പഠിക്കുന്ന മെറ്റീരിയൽ, പഠിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പഠിച്ചത് ബെർലിനിലായിരുന്നു. 1 വർഷം റിപ്പീറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷമൊക്കെ എക്സാം എഴുതിയിരുന്നു, പക്ഷെ അതിനൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല കാര്യങ്ങളുണ്ട്. ജെയില് 2000-ന്റെ അടുത്ത് റാങ്ക് ഉണ്ട്, അഡ്വാൻസിനും 2000-ന്റെ അടുത്ത് റാങ്ക് ഉണ്ട്. അച്ഛൻ എന്താണ് മകന്റെ ഈ ഒരു വിജയത്തോട്? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ബ്രില്യൻസിൻ്റെ അവരെ ഒരു ട്രെയിനിങ് തന്നെയാണ് സെക്കൻഡ് റാങ്ക് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അപ്പോൾ അതിൽ വളരെ അഭിമാനം തോന്നുന്നു. പഠനത്തിലല്ലാതെ മറ്റെന്തെങ്കിലും? ഇല്ല, കായികപരമായിട്ടുള്ള പരിപാടിയൊന്നും പഠനത്തിൽ മാത്രമേ. അതെ, മകൻ എങ്ങനെയായിരുന്നു? അതായത് ഫുൾ ടൈം പഠിക്കേണ്ടതും പഠിച്ചു വെക്കും. വിജയത്തെ പറ്റി പറയാനുള്ളത്, ഏട്ടന്റെ ഈ ഒരു പാത പിന്തുടരാനാണോ താല്പര്യം? എനിക്ക് പോലീസ് ആകാനാണ് താല്പര്യം. എന്തായാലും മോന് 2ാം റാങ്ക് കിട്ടിയാൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും, നമ്മുടെ വാർഡിലുള്ള മുഴുവൻ ആൾക്കാരും വളരെ സന്തോഷത്തിലാണ്. ഇത്രത്തോളം നമ്മുടെ പ്രദേശത്തുള്ള ഇങ്ങനെ ഈ എൻട്രൻസ് പാസ്സായത് മാത്രമല്ല, പാസ്സായാലും വളരെ അപൂർവമാണ്, ഗ്രാമപ്രദേശമാണ്. പക്ഷേ 2ാം റാങ്ക്, ഒരു റാങ്കോടുകൂടി പാസ്സാകുന്നത് ഇപ്പോഴാണ് ചെറുവാഞ്ചേരിയിൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ മെമ്പർ എന്ന ആൾക്കും തൻ്റെ കുടുംബ സുഹൃത്തു എന്ന ആൾക്കും ഒക്കെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ധ്യാൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂത്തുപറമ്പിൽ നിന്നും ക്യാമറമാൻ രജിത്ത് വലിയൊരുക്കൊപ്പം തേജസ്വിനി മാറോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.